വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് നമുക്ക് കടക്കാം. അടൽ ഭൂജല യോജന വിപുലീകരിച്ചു. സുസ്ഥിര ഭൂഗർഭജല പരിപാലനം ലക്ഷ്യമിട്ടുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സംരംഭമാണ് അടൽ ഭൂജൽ യോജന. 2019 ഡിസംബർ 25 ആരംഭിച്ച ഇത് ഇന്ത്യയിലെ ഭൂഗർഭജല ശോഷണം എന്ന നിർണായക പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നു. ജലക്ഷാമം നേരിടുന്ന 7 സംസ്ഥാനങ്ങളെയാണ് ഈ പദ്ധതി തുടക്കത്തിൽ ലക്ഷ്യമിട്ടത്. അപ്പോൾ അടൽ ഭൂജൽ യോജന വിപുലീകരിച്ചിട്ടുണ്ട്. 2010 സിവിൽ ലയബിലിറ്റി ഫോർ ന്യൂക്ലിയസ് ഡാമേജ് ആക്ടിലും 1962 ആണവോർജ ആക്ടിലും ഇന്ത്യ ഗവൺമെൻറ് ഭേദഗതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ആക്ടിലാണ് ഈയിടെ ഇന്ത്യ ഗവൺമെൻറ് ഭേദഗതികൾ പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ 2010 സിവിൽ ലയബിലിറ്റി ഫോർ ന്യൂക്ലിയർ ഡാമേജ് ആക്ടിലും 1962 ആണവോർജ ആക്ടിലുമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാരീസ്, വാഷിംഗ്ടൺ സന്ദർശനങ്ങൾക്ക് മുന്നോടിയായിട്ടാണ് ഈ തീരുമാനം വരുന്നത്. മധ്യപ്രദേശിലെ മൊറാണ്ട് ഗഞ്ചൽ ജലസേചന പദ്ധതിയെക്കുറിച്ച് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ പദ്ധതി കടുവകളുടെ സുപ്രധാന ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാവുകയും സത്പുരയും മേൽഘട്ട് കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾക്കും ഇടയിലുള്ള പാരിസ്ഥിതിക ഇടനാഴിയെ തടസ്സപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. മധ്യപ്രദേശിലാണ് അപ്പം മൊറാണ്ട് ഗഞ്ചൽ ജലസേചന പദ്ധതി ഉള്ളത്. ഉഡാൻ എന്തായിരുന്നു? ഉഡാൻ ഇത് കഴിഞ്ഞ ബജറ്റിൽ തിളങ്ങി നിന്ന ഒരു പദ്ധതി കൂടിയാണ്. അപ്പോൾ ഉഡാൻ എന്ന് പറയുന്നത് ഉഡേ ദേശ് കാ ആം നാഗരിക് എന്നാണ്. അപ്പോൾ ഉഡാൻ പദ്ധതി അതിൻ്റെ 5.5 പതിപ്പ് ആരംഭിച്ചതോടെ ഒരു പുതിയ നാഴികക്കല്ല് പിന്നിട്ടു. ഈ ഘട്ടം പ്രാദേശിക വ്യോമ കണക്ടിവിറ്റി മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്നു. പ്രത്യേകിച്ച് വിദൂര പ്രദേശങ്ങൾ, കുന്നിൻ പ്രദേശങ്ങൾ, ദ്വീപുകൾ എന്നിവയിലേക്കാണ് ഈ സംരംഭം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കുക. യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായുള്ള അതായത് EFTA യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം സ്ഥാപിച്ചുകൊണ്ടാണ് ഇന്ത്യ ഈ സംരംഭം നടത്തുന്നത്. 2024 മാർച്ചിൽ വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഒപ്പുവെച്ചതിനെ തുടർന്നാണ് ഈ സംരംഭം. വ്യാപാരം വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്, ഈ ഒരു കരാർ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനങ്ങളിലൂടെയും സംസ്ഥാന പൊതു സർവകലാശാലകളിലൂടെയും ഗുണനിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസം വികസിപ്പിക്കൽ എന്ന തലക്കെട്ടിലുള്ള നയ റിപ്പോർട്ട് അടുത്തിടെ നീതി ആയോഗ് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ 80% കോളേജ് വിദ്യാർത്ഥികളെയും പഠിപ്പിക്കുന്ന സംസ്ഥാന പൊതു സർവകലാശാലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് റിപ്പോർട്ട്. ഇത് ദേശീയ വിദ്യാഭ്യാസ നയവുമായിട്ട് യോജിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തിടെ നീതി ആയോഗ് എന്താ ചെയ്തത്? സംസ്ഥാനങ്ങളിലൂടെയും സംസ്ഥാന പൊതു സർവകലാശാലകളിലൂടെയും ഗുണനിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസം വികസിപ്പിക്കൽ എന്ന ഒരു റിപ്പോർട്ട് നീതി ആയോഗ് പുറത്തിറക്കിയിട്ടുണ്ട്. പെട്ടെന്ന് കേടാവുന്ന കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ കർഷകരെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ PM ആശ പദ്ധതിയുടെ കീഴിലുള്ള ഒരു പ്രധാന സംരംഭമാണ് മാർക്കറ്റ് ഇൻ്റർവെൻഷൻ സ്കീം. ഇപ്പോൾ PM ആശ നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ കറണ്ട് അഫയർ പഠിച്ചാണ്, അതൊന്ന് പോയി കണ്ടാൽ എന്താണെന്ന് മനസ്സിലാവും. PM ആശ വിപണി വില കുറയുമ്പോൾ സംസ്ഥാനത്ത് അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ സർക്കാരുകളുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഈ ഒരു പദ്ധതി സജീവമാകുന്നത്. അപ്പോൾ ഇത് കർഷകർക്ക് വളരെയേറെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംരംഭമാണ് എന്ത് മാർക്കറ്റ് ഇൻ്റർവെൻഷൻ സ്കീം എന്ന് പറഞ്ഞാൽ. ബാങ്കിങ് സംവിധാനത്തിലെ പണലഭ്യത കൈകാര്യം ചെയ്യുന്നതിനായിട്ട് RBI അവതരിപ്പിച്ച പണ ഉപകരണമാണ് എന്ത് സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി. സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ SDF എന്ന് തന്നിട്ട് എക്സ്പാൻഷൻ ചോദിക്കാൻ വേണമെങ്കിൽ. അപ്പോൾ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി എന്താണ്? ബാങ്കിങ് സംവിധാനത്തിലെ പണലഭ്യത കൈകാര്യം ചെയ്യുന്നതിനായിട്ട് RBI അവതരിപ്പിച്ചൊരു സ്കീം, ഒരു ഉപകരണമാണിത്. അപ്പോൾ വാണിജ്യ ബാങ്കുകളിൽ നിന്നുള്ള അധിക ഫണ്ടുകൾ ആവശ്യമില്ലാതെ ആഗിരണം ചെയ്യുന്നതിനായിട്ട് 2022 ഏപ്രിൽ 8 ഇത് സ്ഥാപിതമായത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. താങ്ക് യു.